ഞാനിപ്പം ഈ വോയിസ് പാട്ട് വരാൻ കാരണം ഇന്ന് രാവിലെ ഞാനിങ്ങനെ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തിരുവനന്തപുരം, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, യൂട്യൂബർ എല്ലാവർക്കും അറിയാം. അതിൻ്റെ താഴെ നമ്മളെ റഷീദ എന്നൊരു കമൻ്റ് എഴുതുന്ന ഒരു കൂലി കമൻ്റ് എഴുത്തുണ്ട്. കൂലിക്ക് കമൻ്റ് എഴുതുന്നതെന്ന് ഞാൻ പറയും. അതിൽ ഇന്ന് വന്നിട്ട് പറയുകയാണ്, പിന്നെ നെജില എന്ന് പറയുന്ന അവരുടെ വയറ്റിലുള്ളത് നിലവിലുള്ള ഭർത്താവിൻ്റേതല്ല, മറ്റൊരാളിൻ്റെ കുഞ്ഞാണെന്ന്. അപ്പോൾ അതിന് മറുപടി ഇട്ടിരിക്കുന്നതും ചിരിച്ചുകൊണ്ട് ഒരു വല്ലാത്ത രീതിയിൽ പിതൃത്വം ചോദ്യം ചെയ്തു എന്ന് നിരന്തരമായിട്ട് ഈ തിരുവനന്തപുരത്തെ യൂട്യൂബർ പറയുന്നത്. സ്വന്തം കുഞ്ഞിൻ്റെ പിതൃത്വം എടുത്തെടുത്ത് പറയാൻ ആ സ്ത്രീക്ക് യാതൊരു മടിയുമില്ല. അവർക്കെന്തോ അത് പറയുന്നതിനോടൊക്കെ താല്പര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയും പറയുമോ സ്ത്രീകൾ? അവരെക്കുറിച്ച് മറ്റൊരാൾ അപവാദം പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, നിരന്തരമായിട്ട് അതങ്ങ് വെച്ചങ്ങ് സമൂഹത്തിൻ്റെ മുമ്പിൽ എൻ്റെ പൈതലിനെ അറിയാത്തവരെ കൂടി അറിയിക്കുന്നതിന് തുല്യമല്ലേ അത്? നിങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യണേ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. ഈ റഷീദ ആയാലും തിരുവനന്തപുരത്തെ യൂട്യൂബർ ആയാലും ഇപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പാകപ്പിഴവ് ഉണ്ടായതാണ്. കാരണം അവരുടെ കയ്യിരിപ്പ് കൊണ്ടാണ് അവരുടെ ജീവിതം അങ്ങനെ ആയത്. അത് യാതൊരു സംശയവുമില്ല. നമ്മൾ 100 തവണ ആലോചിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. ഇങ്ങനെ ഒരു മദ്യപിക്കുന്ന ഒരാളിനൊപ്പം പോകാൻ താല്പര്യം കാണിച്ചത് അവരുടെ ഭാഗത്തു നിന്ന് ഒന്ന് തെറ്റാം. അപ്പോൾ എന്ത് വേണം? ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഇവർക്ക് രണ്ടുപേർക്കും ആയിക്കോട്ടെ, അയാൾ നിലവിൽ വന്നതിന് ശേഷം ഈ സ്ത്രീ ഗർഭിണിയായത്, അല്ലാതെ അതിനു മുമ്പ് ഒരു ഗർഭിണി ആയിരുന്നില്ലല്ലോ. മറ്റാരുടേതോ ആണ് എന്ന് പറഞ്ഞപ്പം തിരുവനന്തപുരത്തെ യൂട്യൂബർ ആ അലവലാതിയെക്കുറിച്ചൊന്നും നമുക്ക് പറയില്ല എന്നാണ് പറയുന്നത്. ആ അലവലാതിയെക്കാട്ടി ഈ എന്താ എടുത്തു പറയാൻ പറ്റാത്ത ഭാഷയാണ് പറയുന്നത്. ഇവരെന്തോ നല്ലതാണെന്നാണ് വിചാരിക്കുന്നത്. അവരൊട്ടും നല്ലതല്ല. അവരെനിക്ക് കുറച്ച് റെസ്പെക്റ്റൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. ഇന്നലെ അവർ വന്നിട്ട് പറഞ്ഞ് ഇന്ന ലാസ്റ്റ് വീഡിയോ ആണെന്ന്. ഇന്ന് രാവിലെ അതേ കണ്ടൻറ്റുമായിട്ടാണ് അവർ എത്തിയത്. കണ്ടൻറ്റിന് മാറ്റമൊന്നും വന്നില്ല. ഈ നെജില തന്നെയാണ് കണ്ടൻറ്റ്. കുഞ്ഞിനെ പറഞ്ഞത് കഴിഞ്ഞു, അതിൻ്റെ കാലവും കഴിഞ്ഞു. ആ കുഞ്ഞ് വളർന്നിരിക്കുന്നു. നാളെ നിലവിലത് വളർന്നു വരുമ്പം എന്ത് പ്രയാസമായിരിക്കും ആ കുഞ്ഞിനിത്, ഈ ഉമ്മ തന്നെ പറഞ്ഞുകൊണ്ട് കിടക്കുമ്പം. അത് നമ്മൾ മനസ്സിലാക്കണം, ഓരോ മാതാപിതാക്കളും. അതുപോലെ തന്നെ സ്റ്റേഷനിൽ പോയി തല കുഴിഞ്ഞിരിക്കേണ്ടി വന്നു എന്നൊക്കെ യൂട്യൂബർ ഇങ്ങനെ പറയുന്നത് കേട്ടു. അതൊക്കെ ആര് കാരണം? ഞാൻ കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞിരുന്നു, ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് മറ്റുള്ളവരാണ്. അപ്പം ഞാൻ തെറ്റായിട്ടല്ല പറയുന്നത്, ഞാൻ ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. ആരെയും ഉപദ്രവിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യുന്നില്ല, ആണോ? പിന്നെ ആ ക്യാഷിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അവരെക്കുറിച്ചൊരു മോശാവസ്ഥയല്ല ഞാൻ പറഞ്ഞത്. ഈ ഷിയാസ് എന്ന് പറയുന്ന ആളിൻ്റെ ക്യാഷ് ഇവരാണ് എപ്പോഴും ചോദിക്കുന്നത്. അയാൾ ഇതുവരെയും ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല. അയാൾ വന്നിട്ട് കമൻറ്റിൽ കൂടി പോലും എൻ്റെ പൈസ താന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഇവരെപ്പോഴും ഇങ്ങനെ എടുത്ത് പറയുന്നു. എനിക്കിതാരാണെന്നൊന്നും അറിയത്തില്ല. സോഷ്യൽ മീഡിയ വാച്ച് ചെയ്തപ്പോൾ ഞാൻ കണ്ട കാര്യങ്ങളാണ് ഞാൻ വന്ന് പറയുന്നത്. ഈ റഷീദ എന്നോട് ചോദിക്കുകയാണ്, എനിക്ക് ഈ വോയിസ് വിടുന്നതിന് നെജില പൈസ ഒന്നും തരേണ്ട ആവശ്യമില്ല. പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നും ആരും അങ്ങനെ ചെയ്യും. നിങ്ങളങ്ങനല്ല. നിങ്ങളിത് ഒരാളാണോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ കയറിപ്പോവുകയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, അവരോടുള്ള അസൂയ മൂത്ത് അവരുടെ ജീവിതം ഇപ്പോൾ ഇങ്ങനായി. നിലവിലിനി അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഇതിനും കാരണത്തിന് ഉത്തരവാദിത്വം ആര് വരും? ഈ തിരുവനന്തപുരത്തെ യൂട്യൂബൊക്കെ നല്ലൊരു പങ്കിതിലുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വഴിയേ വരാം. ഇനി ഇതും എടുത്തു പിടിച്ചും കൊണ്ട് നിൻ്റെ ചാനൽ ഞാൻ പൂട്ടിക്കും, ഞാൻ സ്ട്രൈക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിലൊന്നും ഒരു കുഴപ്പവുമില്ല. എന്ത് ചെയ്താലും ചെയ്തോ, പറയണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖവും സന്തോഷമാണെന്ന് വിചാരിക്കട്ടെ. കേൾക്കുന്നവർക്ക് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് മുന്നോട്ട് പോവുക.